ഇവരിൽ ആരെങ്കിലും നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ, ഈ നാളുകാരിൽ ആരെങ്കിലും നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ വീടിൻ്റെ സ്ഥിതിഗതികൾ തന്നെ മാറും. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജ്യോതിഷ വിചാരം ചെയ്യാൻ പോകുന്നത് ഈ മെയ് മാസം 1-ാം തീയതി മുതൽ വളരെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് ദാരിദ്ര്യങ്ങൾ കിടന്നു വലഞ്ഞ 13 നാളുകാരുടെ കുതിച്ചുകയറ്റമാണ്. തീർച്ചയായും സമ്പൽ സമൃദ്ധിദായകമായ ഒരു ജീവിത പശ്ചാത്തലമാണ് ഈ 2024 മെയ് മാസം 1 മുതൽ 2025 മെയ് മാസം 1 വരെ ഒരു വർഷക്കാലയളവിൽ അവരനുഭവിക്കാൻ പോകുന്നത്. ഈ നാളുകാർ വളരെ വളരെ ദുഃഖിതരായി ആശുപത്രിയിൽ നിന്ന് ഒഴിയാതെ രോഗങ്ങൾ, കടബാധ്യത കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ജീവിത വ്യവസ്ഥകൾ, വാഹന അപകടങ്ങൾ, കണ്ണ്, മൂക്ക്, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ, മുട്ട്, കൈമുട്ടുകൾ, കാൽമുട്ടുകൾ, ചെവി, പല്ല് തുടങ്ങിയവയ്ക്കുണ്ടാകുന്ന വളരെ വലിയ വേദനകളും രോഗങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്നു. പിന്നെ സാമ്പത്തികമായി ആർക്ക് കൊടുത്താലും തിരിച്ചു കിട്ടാത്ത അവസ്ഥ, എന്തിനിറങ്ങിയാലും വിജയിക്കാത്ത അവസ്ഥ, ഒരു കാരണവശാലും ജീവിതം വിജയിക്കുകയില്ല എന്ന നിരാശാബോധത്തോടു കൂടിയിരുന്ന 13 നാളുകാർ രാജകീയമായി ജീവിക്കാൻ പോകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ 13 നാളുകാരുടെ സമൃദ്ധി എന്ന് പറയുന്നത് കിട്ടാതെ കിടന്ന പണം ലഭിക്കുക, ലോട്ടറി പോലെയുള്ള വൻ ഭാഗ്യങ്ങൾ, ഒരുപക്ഷെ ബെമ്പർ ലോട്ടറി പോലും വന്നു ചേരാൻ കഴിയുന്ന അസുലഭമായ സൗഭാഗ്യമുള്ള ഈ 13 നാളുകാർ. തീർച്ചയായിട്ടും കിട്ടാതെ കിടന്ന കടങ്ങൾ, അതുപോലെ തന്നെ സർക്കാർ ജോലിക്ക് വേണ്ടി ടെസ്റ്റുകൾ എഴുതി ബുദ്ധിമുട്ടി നിൽക്കുന്ന യുവാക്കൾ, യുവതികൾ, അതുപോലെ തന്നെ പുതിയ സ്ഥലം വാങ്ങാനുള്ള പണം, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് ജോലിയിൽ നമ്മൾ സർക്കാർ ജോലി കിട്ടി വീട്ടിൽ നിന്നും വളരെ ദൂരത്തേക്ക് ഉള്ള സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾ വീടിനടുത്തേക്ക് ട്രാൻസ്ഫറായി വരാനുള്ളൊരു ഭാഗ്യം, അതുപോലെ തന്നെ വാഹനം വാങ്ങുക, ഗൃഹനിർമ്മാണം, വർഷങ്ങളായി കിട്ടാതെ കിടന്ന ധനം നമ്മളിലേക്ക് വന്നു ചേരുക, കുറഞ്ഞ വിലയ്ക്ക് വസ്തുവകകൾ ലഭിക്കുക, നിലം, അതായത് വയൽ, അതുപോലെയൊക്കെ ഉള്ളവ വാങ്ങാനുള്ള അവസരം, കാർഷിക വൃത്തിയിലൂടെ ധനം എന്ന് വേണ്ട എല്ലാ തരത്തിലും ജീവിത സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്ന 13 നാളുകൾ. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, അവർ വീട്ടിലുണ്ടെങ്കിൽ ഈ 13 നാളുകൾ, പറയാൻ പോകുന്ന ഈ 13 നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ ഉള്ളവർക്ക് പോലും വളരെ വളരെ സൗഭാഗ്യങ്ങൾ ഉണ്ടാവുന്നതാണ് പറയാൻ കഴിയുന്നത്. ഈ 13 നാളുകാരിൽ ആരെങ്കിലും ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ വീട്ടുകാരിലും സൗഭാഗ്യങ്ങൾ ഉണ്ടാവുന്നു. വീടിൻ്റെ ദോഷസ്ഥിതി മാറിക്കിട്ടുന്നു. നിരന്തരമായി ഉരകജാതികളെ കൊണ്ട്, അല്ലെങ്കിൽ പാമ്പ്, ചേര തുടങ്ങിയവയെ കൊണ്ട് ഒഴിയാതെയുള്ള ബുദ്ധിമുട്ടുള്ള വീടുകൾ ഇനി അത്തരം ഒരു ശല്യമേ ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ആഹാരത്തിന് ബുദ്ധിമുട്ട്, ചില ആളുകൾ ബുദ്ധിമന്ദീഭവിച്ചിരിക്കുക, പഠനത്തിൽ കുട്ടികൾ പുറകോട്ട് പോവുക, അത്തരം എല്ലാ കാര്യങ്ങളും മാറി വരുന്ന ഒരു വർഷക്കാലമാണ് ഇനി പറയാൻ പോകുന്നത്. ആ 13 നാളുകാർ എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തിക. ഇവരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ, സർക്കാർ ജോലി ഉൾപ്പെടെ, കിട്ടാതെ കിടന്ന ധനം ഉൾപ്പെടെ, വാഹനങ്ങൾ, അവർക്കിഷ്ടപ്പെട്ട വാഹനങ്ങൾ വരെ സ്വന്തമാക്കാൻ കഴിയുന്ന നിലവാരത്തിലേക്കാണ് ഈ 3 നാളുകാർ പോകുന്നത്. അതുപോലെ തന്നെ പൂയം, ആയില്യം, മകം ട്രാൻസ്ഫർ, അതായത് വീട്ടിൽ നിന്ന് വളരെ അകലെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ഇവർക്ക് വീടിനടുത്തേക്ക് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ ഉദ്യോഗ കയറ്റം, ശമ്പള വ്യവസ്ഥയിലുള്ള ഉയർച്ച തുടങ്ങിയവ അവർക്ക് ലഭിക്കുന്നു. ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട ഈ 4 നാളുകാർക്ക് സർക്കാർ ഉദ്യോഗം, അതുപോലെ അവരുടെ മക്കൾക്ക് ഉണ്ടായിരിക്കുന്ന അസുഖങ്ങളുടെ മാറ്റം, ഭർത്താവിന് ഉണ്ടാകുന്ന അസുഖങ്ങളുടെ മാറ്റം തുടങ്ങിയവ നേരിൽ കണ്ട് അനുഭവിക്കാൻ കഴിയും. സർവ്വ സൗഭാഗ്യങ്ങളാണ് ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട നാളുകാർക്ക് ഉണ്ടാകാൻ പോകുന്നത്.
അതുപോലെ തന്നെ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നാളുകാർക്ക് പ്രശംസ, അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കാൻ കഴിയുക, വലിയ വലിയ ക്ഷേത്രങ്ങളുടെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുക, ദേവസ്വം ബോർഡ് പോലെയുള്ള ഉദ്യോഗങ്ങൾ ലഭിക്കുക, അതുപോലെ തന്നെ കിട്ടാതെ കിടന്ന ധനങ്ങൾ ലഭിക്കുക, വസ്തുവകകൾ വാങ്ങാൻ കഴിയുക തുടങ്ങിയ സൗഭാഗ്യങ്ങൾ ഈ പറയുന്ന 3 നാളുകാർക്കുണ്ടാകുന്നു. ഇങ്ങനെ ഈ 13 നാളുകാർ ഉദ്ദേശിക്കാത്ത നിലവാരത്തിലേക്ക് വളരെ വളരെ ഉയർന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവരിൽ ആരെങ്കിലും നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ, ഈ നാളുകാരിൽ ആരെങ്കിലും നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ വീടിൻ്റെ സ്ഥിതിഗതികൾ തന്നെ മാറും. ദുഃഖങ്ങളെല്ലാം അകന്ന് വളരെ വളരെ സന്തോഷവും ആനന്ദവും നിറയുന്ന ഒരു ജീവൽ സൗഭാഗ്യം നമ്മുടെ വീടുകളിലേക്ക് വന്നു ചേരും. ഉറപ്പായിട്ടും വന്നു ചേരും. രാജസുഖമാണോ ചക്രവർത്തി സുഖമാണോ എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ തന്നെ സർവ്വ സൗഭാഗ്യങ്ങളും ഈ 13 നാളുകാർക്കുണ്ടാകുന്നു. ആ നാളുകൾ ഇതൊക്കെയാണ്: അശ്വതി, ഭരണി, കാർത്തിക, പൂയം, ആയില്യം, മകം, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ 13 നാളുകൾ. സർവ്വ സൗഭാഗ്യങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ച് നീട്ടുകയാണ്. അത് നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയുന്ന തരത്തിൽ ഉറപ്പിച്ചു തരണമേ എന്ന് ക്ഷേത്രങ്ങളിലും ഒക്കെ എത്തി, കാവുകൾ, അമ്മുമ്മ കാവുകൾ, അപ്പൂപ്പൻ കാവുകൾ, ശിവക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെത്തി നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ അത്രയും തന്നെയും ഈശ്വര പൂജയ്ക്കുള്ള സമയം കണ്ടെത്തുക. കുറച്ച് സമയം ക്ഷേത്ര പരിസരത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സമയം കണ്ടെത്തുക തുടങ്ങിയതെല്ലാം ഈ 13 നാളുകാർ ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർക്ക് തെളിയാതെ കിടന്ന സർവ്വ സൗഭാഗ്യങ്ങളും തെളിഞ്ഞ് ഈ ഒരു വർഷക്കാലം 2024 മെയ് 1 മുതൽ 2025 മെയ് 1 വരെ ഒരു വർഷക്കാലം സർവ്വ സൗഭാഗ്യങ്ങളാണ്. വളരെ സന്തോഷത്തോടുകൂടി ഈ 13 നാളുകാർ സർവ്വ സൗഭാഗ്യവാന്മാരായി ഇരിക്കട്ടെ. അതിന് ഈശ്വരൻ അവരോട് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തുന്നു. നമസ്കാരം.